രേണു സുധി ഇപ്പോ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് രേണു സുധിയാണ്. അപ്പൊ രേണു സുധിയിലെ ലിപ് ലോക്കുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത അവരുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ പോലും അത് ചിലർ വലിയ രീതിയിൽ അതിനെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇടയ്ക്ക് അവരെ പിന്നെന്താ ഒരു ഇന്റർവ്യൂയിലൊക്കെ അവരുടെ സംസാരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർക്കൊരു നെഗറ്റീവ് ഇമേജിൽ നിന്നൊരു പോസിറ്റീവ് ഇമേജിലേക്ക് വരുന്ന സമയത്താണ് വീണ്ടും വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമേജുകൾ രേണു സുധി ഉണ്ടാക്കിയെടുക്കുന്നത്. എന്താണ് സംഭവം? അത് ഈ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് രേണു സുധി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. കാരണം ഇതിൻ്റെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് ലിപ് ലോക്ക് സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ ഹാർഡായ രീതിയിൽ ചെയ്യരുത്, എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അത് നമ്മളിപ്പോൾ ഉർവശിയൊക്കെ പണ്ട് ജയറാമുമായിട്ടുള്ള സംഭവങ്ങൾ റിമി ടോമിയായിട്ട് തുറന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ജയറാം ഇങ്ങനെ പ്രണയ സീനുകൾ അഭിനയിക്കുമ്പോൾ ജയറാമിനെ നുള്ളുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജയറാം പറയും, എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, നിനക്കത് പറ്റത്തില്ലെങ്കിൽ സംവിധായകനോട് പറഞ്ഞാൽ പോരെ. അന്നേരം ഉർവശിക്ക് അത് പറ്റത്തില്ല. ഈ പ്രണയ സീൻ വരുമ്പോൾ ഉർവശിക്ക്, പക്ഷേ നമുക്കത് ഔട്ട്പുട്ടിൽ അറിയാൻ പറ്റില്ല. പക്ഷേ ഉർവശി അത് തുറന്ന് പറഞ്ഞിരുന്നു, എനിക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഈ പ്രണയ സീൻ അഭിനയിക്കുക. അപ്പോൾ ഞാൻ എതിർ നിൽക്കുന്ന ആളിനെ ജയറാമേട്ടനൊക്കെ ആണെങ്കിൽ ഭയങ്കര കംഫർട്ടാണ്, അപ്പോൾ പുള്ളിയെ അമർത്തി നുള്ളും. അപ്പോൾ പുള്ളിക്ക് വേദന എടുക്കും. പുള്ളി പറഞ്ഞാൽ, നീ അത് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, നീ അത് സംവിധായകനോട് പറ അത് ഒഴിവാക്കാൻ, അത് പറയാൻ പറ്റാനുള്ള വടി ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ രേണു സുധിയും അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പം നമ്മളിപ്പോഴത്തെ ന്യൂജൻ സിനിമകളിലൊക്കെ ലിപ് ലോക്ക് മസ്റ്റായിട്ടുണ്ട്, എല്ലാ സിനിമകളിലും ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളത് രേണു സുധിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ട്, വളരെ ഹാർഡായിട്ടുള്ളത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തി. അതെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കവും ഒക്കെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രേണു സുധി എന്ന് പറയുമ്പോൾ ഇപ്പം കുറച്ച് നാളുകളായിട്ട് വൈറലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വീഡിയോകൾക്ക് റീച്ച് കിട്ടുന്നുണ്ട്, അത് പലരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പം രേണു സുധിയെ വെച്ചൊരു ആൽബം ചെയ്താൽ നമുക്കറിയാം, ആൽബമൊക്കെ ചെയ്ത് ഞാൻ കുറേ ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ആൽബമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പൈസയൊന്നും കിട്ടത്തില്ല. നമ്മൾ എന്തായാലും ചെയ്യാനൊരു 25,000 രൂപയെങ്കിലും കുറഞ്ഞതാവും ക്യാമറ റേറ്റും, അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് ഷൂട്ടിംഗ് സെറ്റിൽ രണ്ട് ദിവസമൊക്കെ ആകുന്ന അതിൻ്റെ ഫുഡും പിന്നെ അതിൻ്റെ ക്രൂവിനുള്ള കാര്യങ്ങളും എല്ലാം, ക്യാമറ എഡിറ്റിംഗ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 25,000 രൂപയോളം നമുക്ക് ചിലവ് വരും. നമ്മളത് യൂട്യൂബിലിടുമ്പോൾ അതുവഴി ലാഭം കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. പലപ്പോഴും പ്രൊഡ്യൂസർമാരുണ്ടാകും, ചിലപ്പോൾ കുറേ പേര് ചേർന്ന് 5,000 രൂപ ഇതൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ നമുക്ക് ഒന്നും കിട്ടാറില്ല. പലപ്പോഴും നമ്മുടെ വരികൾ അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഇത് നമ്മളിതിൽ ഇത്ര ഒരു ആൽബം പോലെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് അത്തരത്തിൽ ചെയ്യാൻ തയ്യാറാവുന്നതെന്ന് മാത്രം. പക്ഷേ ഈ രേണു സുധിയെ കൊണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ആൽബം നായികയായിട്ടൊക്കെ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ വരുമാനം ലഭിക്കുന്നുണ്ട്. അത് പലരും അത് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പൊ രേണു സുധി ഇടയ്ക്ക് ഒരു ദാസേട്ടൻ അതൊരുത്തനുണ്ട്, ദാസേട്ടനുമായിട്ടൊക്കെ ചെയ്ത ആ വീഡിയോ ഒക്കെ നല്ല വൈറലാവുകയും അതിന് പൈസ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പോലും അവരുടെ സ്വകാര്യമായ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ഒരു ഇൻ്റർവ്യൂ നടത്തിയതും അവർ പ്ലാൻഡായിട്ട് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം ഇരുന്ന് കാണും, ഇവരെ എന്തിനാണ് ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. പക്ഷേ അതുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാണ് തോന്നുന്നത്. അപ്പം അത്തരത്തിൽ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. വേറൊരു കാര്യം, ഇത്തരത്തിൽ പൊങ്ങി വരുന്ന ആൾക്കാർക്ക് ആ ഒരു കുമിളയുടെ പോലുള്ള ഒരു ആയുസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ല, ബിഗ് ബോസിലൊക്കെ 1ാം സ്ഥാനമൊക്കെ നേടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും നാളെ ഒരു മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന താരങ്ങളൊക്കെ ആവുന്നു. അവസാനം ഒരു പടം അങ്ങനെ ചെയ്ത് അത് 7 നിലയ്ക്ക് പൊട്ടി അവർ വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ അവരത് കണ്ടാൽ പോലും അവർ തിരിച്ചറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുണ്ടാകുന്ന പ്രശസ്തികൾക്ക് ആ ഒരു സമയത്തുള്ള ആയുസ് മാത്രമേ ഉള്ളൂ. ആ സമയം അവർ മാക്സിമം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഈ അഖിൽമാരാരെ പോലെയുള്ളവരൊക്കെ പിന്നീട് പല പ്രസ്താവനകളിലൂടെയും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൂടെയൊക്കെ വീണ്ടും നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേറൊരു രജിത് കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളൊന്നും ഇപ്പോൾ പൊടി പോലും കാണാനില്ല. അതുപോലെ ഡോക്ടർ റോബിൻ, അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും ഇപ്പോൾ കാണാറില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആ സമയത്ത് കിട്ടുന്നൊരു പ്രശസ്തി അത് ഉപയോഗപ്പെടുത്തുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇപ്പം അല്ല, ഈ ബിഗ് ബോസിലൊക്കെ വരുന്നവരുടെയൊക്കെ വിചാരം പിന്നെ ഒരു 100 ദിവസം അതിൻ്റെ അകത്ത് നിന്നാൽ ഇവരെല്ലാം പഠിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് ബിഗ് ബോസിനകത്ത് മിക്കവാറും രേണു സുധി ഉണ്ടാവും. അവർക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അത് ആളുകൾ പറയുന്നത് പോലെയൊന്നും അല്ല. പിന്നെ ജീവിക്കാനായിട്ട് അവർ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അവർ മുന്നോട്ട് പോകുകയല്ലേ, അവർക്ക് ജീവിക്കണ്ടേ. അതൊരു വലിയ ഇപ്പൊ അവരെ നമ്മൾ കുത്തി നോവിച്ചു. ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ പറയുന്നു, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സുധി എന്ന പേര് അവർ മാറ്റും.
സ്വാഭാവികമാണ്. അത് ഇപ്പൊ ആരാണെങ്കിലും രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ ആദ്യ ഭർത്താവിന്റെ പേര് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ടാമത് വരുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതും ഒരു മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളത്. പറയാനുള്ളവർ അവിടെ പറഞ്ഞു, എന്റെ വീട്ടിലെ കലത്തിൽ അരി വേവണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടാലേ പറ്റൂ, അതെനിക്കറിയാം. നിങ്ങൾ അവിടെ കിടന്ന് പറഞ്ഞു അതെന്റെ ഇതാണ്. ഇപ്പോ നയൻതാരയൊക്കെ പിന്നെ തമിഴ് സിനിമയിൽ തുടക്കകാലത്ത്, ഇപ്പൊ അവർ ലേഡി സൂപ്പർ സ്റ്റാർ ഒക്കെ തുടക്കകാലത്ത് കാണിച്ച കാര്യങ്ങളൊക്കെ അത്രമാത്രം ഒന്നും രേണുസുതി കാണിക്കുന്നില്ല. അവരെ കാണാനായിട്ട് പൈസ കൊടുത്ത് അപ്പൊ ആളുകൾ ചോദിക്കും നയൻതാര എവിടെ കിടക്കുന്നു, രേണുസുതി എവിടെ കിടക്കുന്നു. ഇപ്പൊ രേണുസുതി കാണിച്ചാലും നയൻതാര കാണിച്ചാലും ഒക്കെ കാണിക്കുന്നതെല്ലാം ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. പണ്ട് ശീലാമ്മ കാണിച്ച അഭിനയിച്ച ഒരുപാട് സിനിമകൾ, അപ്പൊ ഉണ്ണിമേരി, ജയഭാരതി, ഇവരൊക്കെ സിനിമ എപ്പോഴും അവരെയൊക്കെ ആളുകൾ സ്നേഹിക്കുന്നില്ലേ, അറിയുന്നില്ലേ? കാരണം അവരുടെ തൊഴിൽ അതാണ്. ഓരോരുത്തർക്കും ഓരോ തൊഴില് ഇഷ്ടപ്പെട്ട് ചെയ്ത് ഇന്ന തൊഴിൽ, വേറെ ജോലി ചെയ്യാത്തെന്താ, വേറെ ജോലിക്ക് പോകാത്ത, അത് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നിന്ന് ബില്ല് എഴുതാൻ വേണമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ സെയിൽസ് മാനായിട്ടോ സെയിൽസ് ഗേളായിട്ടോ നിൽക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ പോകാത്തത്? നമുക്കിതാണ് ഇഷ്ടം, നമ്മുടെ പ്രൊഫഷൻ ജേർണലിസം ആണ്, നമുക്ക് ചെയ്യാൻ ഇഷ്ടം ഇതാണ്, അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു. രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ ഇഷ്ടം ഇതുപോലുള്ള, അവർക്ക് നേരത്തെ അഭിനയ കഴിവുണ്ടായിരുന്നു, സുധി ഉണ്ടായിരുന്ന സമയത്ത് അതിന്റെ ആവശ്യം വന്നില്ല, അതുകൊണ്ട് അവർ പോയില്ല. അതിനുശേഷം തനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ അവർക്ക് അധിക അവകാശമുണ്ട്. അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഈ വന്നിരിക്കുന്ന ആങ്കർമാരൊക്കെ ചോദിക്കുന്നു എന്തുമാത്രം ജോലിയുണ്ട്, ആ ജോലി ചെയ്തുകൂടെ? അപ്പൊ തിരിച്ച് ഈ ആങ്കർമാരോട് ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് എന്തുമാത്രം ജോലി ഉണ്ട്, എന്തിനാ ഇത് വന്നിരുന്ന് ചെയ്യുന്നത്, അത് ചെയ്താൽ പോരെ എന്ന്. അപ്പൊ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ചെന്ന്, ഇപ്പോ ഇന്നലെ ഒരു ലേഡി ഒരു എന്തിനാ ഡിവോഴ്സ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് അത് ചോദിക്കാൻ അവകാശം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നിങ്ങൾക്കില്ല, അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, ഞാൻ എന്തിനാണ് ഡിവോഴ്സ് ചെയ്തത്, ഞാൻ എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, ആ കാര്യങ്ങൾ പറയാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. താരങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ, 2 താരങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും വരുന്ന ഏറ്റവും കൂടുതൽ കമന്റുകൾ കൂടിപ്പോയ 6 മാസം അങ്ങനെയൊക്കെയുള്ള കമന്റുകളാണ് ആൾക്കാർ ഇടുന്നത്. എത്രയോ വിവാഹം കഴിച്ചിട്ട് ഒരാഴ്ച 1 മാസം ഒക്കെ കഴിഞ്ഞ് വിവാഹമോചനം നടത്തുന്നവരില്ലേ? ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ പറ്റിച്ച് ഭർത്താവും, ഭർത്താവിനെ പറ്റിച്ച് ഭാര്യയും ജീവിക്കുന്നവരില്ലേ? ഇതൊന്നും ആർക്കും ചർച്ച വേണ്ട. ഈ രേണുസുതിയെ പോലുള്ള ഈ അന്നത്തെ ഉപജീവന മാർഗം നടത്തി ജീവിക്കുന്ന പാവങ്ങളെ ഇങ്ങനെ അത് വെച്ച് പൈസ ഉണ്ടാക്കി, അത് വെച്ച് റേറ്റിംഗ് കൂട്ടി, അത് വെച്ച് എന്തോ സംഭവമാണെന്നൊക്കെ കാണിച്ച് ഇവരെയൊക്കെ വിളിച്ചിരുത്തി ഇങ്ങനെ പച്ചയ്ക്ക് കുറെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവമായി മാറും ഞാൻ, എന്തോ വലിയ ആളായി മാറും ഞാൻ. ഇതൊന്നും അല്ല. അവരവരുടെ കാര്യം നോക്കി അവരാരെയും ശല്യപ്പെടുത്താതെ അവരവരുടെ ഇനി അവർക്ക് നാളെ ലിപ് ലോക്ക് ചെയ്ത് ഒരു സീൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്യാം. എല്ലാ സിനിമകളിലും ഉണ്ട്, അഭിപ്രായം രേഖപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നാളെ ന്യൂഡായിട്ട് അഭിനയിക്കുമെന്ന് ഏതോ ഒരു ഇന്റർവ്യൂവിൽ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരൊന്നും ന്യൂഡായിട്ട് അഭിനയിക്കില്ല, പക്ഷെ ആ കഥാപാത്രം അതിൻ്റെതായ രീതിയിൽ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്കും ജീവിക്കണ്ടേ? സുധി എന്ന് പറയുന്ന ഒരു മികച്ച കലാകാരൻ മരിച്ചുപോയി എന്ന് കരുതി വെള്ള സാരി ഉടുത്ത് മറ്റേ വീടിനകത്തിരുന്ന് മക്കളെയും 2 സൈഡിൽ പിടിച്ചിരുത്തി കരഞ്ഞുകൊണ്ട് ജീവിച്ചാൽ അവർക്കാരെങ്കിലും വല്ലതും കൊടുക്കുമോ? ആരും ഒന്നും കൊടുക്കില്ല. അവര് വെളിയിൽ ഇറങ്ങിപ്പോയി അധ്വാനിച്ചാൽ മാത്രമേ അവരെ വീട്ടിലെ അവരെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഒരു പ്രശ്നം വരുമ്പോൾ താങ്ങും തണലുമായി നിൽക്കാനും സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും മുകളിലുള്ളത്. ഇതാരും ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കില്ല, അധ്വാനിച്ചാലേ ഉണ്ടാക്കാൻ കഴിയൂ. രേണുസുതി ചെയ്യുന്നത് അതാണ്. അതിന്റെ ഇടയിൽ കയറി എന്തിനാണ് ഈ ബാക്കിയുള്ളവർ അപരാധവുമായിട്ടും കുറെ കൊനഷ്ട ചോദ്യങ്ങളുമായിട്ട് അവരും ജീവിക്കാനാണ്. രേണുസുതിയെ വിറ്റ് അവര് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ.